ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ നമ്മുടെ സുഡുമോനെ പോലെയുള്ള മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ പലയിടത്തും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തരൊന്ന് മാറി കുറച്ച് നേരമൊക്കെ നോക്കിയാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും തുണികളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ഇടാനും എവിടെയും ഇടം ഉണ്ടാവില്ല. അതിന് മാത്രം തുണികളായിരിക്കും എവിടെയൊക്കെ ഇടാല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക്. പിന്നെ ഇവിടെ സുഡുമോൻ്റെ വീട് ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കണ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊണ്ടിടാം കേട്ടോ. അപ്പോൾ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇടുന്നത്. എന്തായാലും ഇപ്പോൾ താമസമൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും വെറുതെ കിടക്കണം. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ അഴുക്കുകളൊക്കെ കെട്ടിയിട്ടിട്ട് നമ്മുടെ സുഡുമോൻ്റെ ഡ്രസ്സുകളും നമ്മുടെ കംപ്ലീറ്റ് ഡ്രസ്സുകളും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കൊണ്ടിടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഉണങ്ങിയും കിട്ടും, കാറ്റൊക്കെ അടിച്ച്. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്ത് മഴയത്ത് പിന്നെ നേരെ നമുക്ക് മഴ നോക്കി ഇങ്ങനെ നിൽക്കണ്ടാവേ. കാറ്റും മഴയും അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ എടുക്കാനായിട്ട് പോകണ്ട. അപ്പോൾ അതിന് ചിലപ്പോൾ ഇവിടെ ആരും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനും സുഡുമോനൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് സുഡുമോനെ ഇട്ടിട്ട് തുണികളൊന്നും എടുക്കാനായിട്ട് പോകാൻ നേരം കിട്ടില്ലല്ലോ മുറ്റത്തിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് തുണികളൊക്കെ ഇടാറ്, വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മഴ പെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒക്കെ ആകെ വെള്ളം ചെളിയും തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു രക്ഷയുമില്ല, വെള്ളം ചെളിയും തന്നെയായിട്ട് മിറ്റായാലും നാല് പുറമായാലും കിടക്കണ ഒരവസ്ഥ കാണണം. എല്ലാ വീടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുടുക്കുട്ടന് ഞാൻ ചോറൊക്കെ കൊടുത്തുട്ടോ. സുടുക്കുട്ടൻ എനിക്കൊരു ഒരു സന്തോഷം ആയിട്ടുള്ളൊരു വാർത്ത അറിയിക്കാനുണ്ട്. അപ്പോൾ സുഡുമോനുണ്ടല്ലോ ഫിക്സൊക്കെ കുറഞ്ഞൊന്ന് നിവർന്നൊക്കെ ഇരുന്നൊന്ന് ഫുഡൊക്കെ കഴിക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ എന്നും ചെരിച്ച് കിടത്തി ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലിക്വിഡൊക്കെ ആക്കിയിട്ട് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഒരു മാറ്റം സുടുക്കുട്ടന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ ഫിക്സിൻ്റെ ആ വരവ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ച് പോയി. ഇപ്പോൾ നമ്മുടെ സുടുക്കുട്ടന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഈ ഫുഡ് കഴിക്കുന്ന രീതി തന്നെ മാറിയപ്പോൾ നമുക്കൊരു വലിയൊരു സമാധാനമായി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലിക്വിഡായിട്ട് വെള്ളം പോലെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് സുഡുമോന്. ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർക്കാണ്ട് കുറച്ച് കട്ടിയിലാണ്, എന്നിട്ട് നല്ലോണം അടിക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇത്തിരീശ കൊടുക്കും കേട്ടോ, മിക്സിയിലടിച്ചിട്ട് തന്നെ. ഇപ്പോൾ അങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു മാറ്റമാണ് കേട്ടോ സുടുക്കുട്ടനെ സംബന്ധിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുക്കുട്ടന് മസിൽസൊക്കെ വീക്കാണ്, തീരെ അറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർക്കാണ്ട് കുറേശ്ശെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എനിക്കതും കൊടുക്കാനായിട്ട് ധൈര്യമില്ല, എന്നാലും ഞാൻ കൊടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ തുണികളൊക്കെ ഇടുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കല്ലുമ്മ കഴുകണതാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലിടുന്ന തുണികളൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ കല്ലുമ്മ തന്നെയാണ് കേട്ടോ കഴുകുക. അപ്പോൾ പിന്നെ കാറ്റടിച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം ഇങ്ങനെ സുഡുമോനിങ്ങനെ ആരെങ്കിലുമൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ വേഗം വന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് കാറ്റ് മഴ പെയ്യുന്നുണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നോക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴുകിയിട്ടതൊന്ന് വേഗം ഒന്ന് കാറ്റൊക്കെ വരണ കാണുമ്പോൾ ഇപ്പോൾ പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തുണികൾ ഇട്ടതും കൂടി പിന്നെ ആകെ നനയില്ല. പിന്നെ കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കാർപോർച്ചിലേക്കൊക്കെ ആകെ ചവറും ഇതൊക്കെ ആകെ ഇത് വരും കേട്ടോ. അപ്പോഴേക്കും ഞാൻ പിന്നെ വേഗം അടിച്ച് വേഗം ഇതാക്കിയിട്ടോ. ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നോക്കി നിന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമോ. അപ്പോൾ അമ്മയെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിടുമ്പോൾ ചീത്ത അറിയട്ടെ എപ്പോഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെന്ന് എടുക്കണ്ടേ. പിന്നെ ഒരാളവിടെ നിൽക്കണം, മഴ പെയ്യുന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അങ്ങോട്ട് വരാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ അവിടെ കഴുകിയിട്ടത് ഞാൻ അവിടെ പുറത്ത് തന്നെ ഇട്ടുവിട്ടു. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. അപ്പോൾ സുഡുമോൻ്റെ അടുത്ത് ഇപ്പോൾ അച്ചച്ചനുണ്ടല്ലോ, അച്ചച്ചൻ അവിടെ കിടക്കണുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അച്ചച്ചൻ ഒരു കോഴീനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മാമനിപ്പോൾ പോവാറായില്ലോ. സുഡുമോൻ്റെ മാമൻ 3-ാം തീയതി പോകും. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് ചിക്കനായിരുന്നു കേട്ടോ. ഉച്ചതിരിഞ്ഞപ്പോൾ ചിക്കനാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കൊക്കെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണല്ലോ ചിക്കൻ. അപ്പോൾ അങ്ങനെ അത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വേഗം അങ്ങോട്ട് കഴുകി
അപ്പോൾ ചിക്കൻ കറി ഞാനാണ് കേട്ടോ ഇവിടെ വയ്ക്കാറ്, സ്ഥിരമായിട്ടും ഞാൻ തന്നെയാണ് വയ്ക്കാറ്. പിന്നെ എനിക്കെന്തെങ്കിലും തലവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അമ്മ വയ്ക്കാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോന്നറിയില്ല, ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അച്ഛനും അമ്മയും എല്ലാവരും പറയാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇടയ്ക്ക് നേരില്ലാണ്ടാകുമ്പോൾ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കുമ്പോഴാണ് അമ്മ ആർക്കും എന്തെങ്കിലും രസക്കുറവാണ് തോന്നാറ്. പക്ഷേ നല്ല രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ ചിക്കൻ കറിയൊക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ എനിക്കെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും വേണം ചിക്കനിലിടണമെങ്കിൽ. എന്നാൽ മാത്രമേ ഞാൻ വെക്കുള്ളൂ കേട്ടോ. ഒരു സാധനത്തിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വെക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ. അത് അങ്ങനെയുണ്ട്, എനിക്ക് സാധനങ്ങളെല്ലാം വേണം, എന്നാലാണ് എനിക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. എനിക്ക് അടുക്കളയിൽ കടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അതെനിക്ക് മുന്നേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളോട് ഇങ്ങനെ ആരും അതും ഇതൊന്നും പറയരുത്. നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നടന്ന് ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വേണമല്ലേ കിച്ചണിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിച്ചണിൽ. നമുക്കൊരു ഒട്ടും എനിക്ക് മടുക്കാറില്ല. അതേപോലെ തന്നെ സുഡുവിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും ഇപ്പോൾ നമ്മൾ അത്രയും ടയേർഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കിച്ചണിൽ കയറില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് എൻ്റേതായ രീതിയിലുള്ള എന്തെങ്കിലും പ്രിപ്പയർ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ഫുഡായാലും എന്തായാലും ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഇപ്പോഴും സുടുക്കൂട്ടന് ഇത്രയും വയ്യാത്ത രീതിയിലായാലും ഇപ്പോൾ എത്ര വർഷമായി, എന്നിട്ടും ഞാൻ കിച്ചണിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അമ്മയുടെ കൂടെ തന്നെ സഹായിച്ച് ഒപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലാതെ അമ്മ തന്നെയല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ സുടുമോനെ ആരെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചില കറികൾ ഞാൻ വയ്ക്കും, ചില കറികൾ അമ്മ വയ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ചില ദിവസം എനിക്ക് പറ്റാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ. സുടുമോനെ ഉറക്കൊളിച്ചിട്ടിരിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ അമ്മയായിരിക്കും കിച്ചണിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീരെ നമുക്ക് പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്ത് വയ്ക്കാറ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ മല്ലിയും മുളകും എല്ലാം തിരുമ്മി കുറച്ച് നേരം വെക്കും കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അതിന് ശേഷമാണ് കേട്ടോ ചിക്കനൊക്കെ വെക്കാറ് ഇവിടെ. അപ്പോൾ എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിക്കില്ല. പിന്നെ ഇതിൽ നിന്ന് വെക്കണേന്ന് കുറച്ച് വറുക്കാനൊക്കെ ആയിട്ട് കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. സുടുമോന് ചിക്കൻ കറിയിലൊക്കെ ഇഷ്ടം ചിക്കൻ വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വറുത്തേന്ന് 2 കഷ്ണം ഇട്ടിട്ടൊക്കെയാണ് മിക്സിയിലടിച്ചൊക്കെ കൊടുക്കണത് സുടുമോന്. അങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലിതൊന്നും കൊടുക്കാനും പാടില്ല കേട്ടോ. ചിക്കനൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും സുടുമോന് വീട്ടിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ണം 1.5 കഷ്ണമൊക്കെ ഇട്ട് അതിലിട്ട് അടിച്ച് കൊടുക്കട്ടെ. സുടുമോൻ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണത് ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ കഴിക്കണത് എന്തായാലും എൻ്റെ വായൊന്ന് അനങ്ങണ കണ്ട അപ്പം ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ സുടുക്കൂട്ടനെ അറിയില്ല, കൊതിയായിട്ട് കാണിക്കണതല്ലല്ലോ. പക്ഷെ അവന് ആരെങ്കിലും വായ അനങ്ങി കഴിഞ്ഞാൽ അപ്പം ചോദിക്കുക എന്ന് പറഞ്ഞ് ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ വായ ആരെങ്കിലും അനങ്ങണ കണ്ടാൽ ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം വരും. ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും വറവോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുടുകൂട്ടന് അപ്പോൾ കൊടുക്കണം. അപ്പോൾ തന്നെ വായ ഇങ്ങനെ തുറക്കും. കഴിക്കാനുള്ള സാധനങ്ങളുടെ പെട്ടെന്ന് അറിയാം കേട്ടോ അവന്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവനിങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പം മിക്സിയിലൊക്കെ അടിച്ച് പൊടിച്ച് വെള്ളം പോലെ ചാലിച്ചിട്ടൊക്കെ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി സുടുമോന് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സുടുമോന് ചിക്കൻ വറക്കണേന്ന് ഒരു കഷ്ണമൊക്കെ ഇട്ടിട്ടാണ് അടിച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ലൈവിൽ വരുമ്പോൾ കുറച്ച് പേരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു.